ഇന്ന് ആർ സി ബി മുംബൈയിൽ ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. ആർ സി ബി ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. രാജസ്ഥാന് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഐ പി എല്ലിലെ എല്ലാ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ആദ്യ മത്സരത്തിൽ മുംബൈയും രണ്ടാമത്തെ മത്സരത്തിൽ ആർ സി ബിയും ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ ഐ പി എല്ലിലെ മികച്ചൊരു ടീമായിരുന്നു ഡൽഹി. അവരെയാണ് ഇപ്പോൾ ആർ സി ബി തോൽപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ആർ സി ബി പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ആർ സി ബിക്ക് ഇപ്പോൾ 14 പോയിന്റ് ഉണ്ട്. വേറെ ഒരു ടീമിനും ഇത്ര പോയിന്റ് ഇല്ല. വെറും 10 മാച്ചിൽ നിന്നാണ് ആർ സി ബി 14 പോയിന്റ് നേടിയിരിക്കുന്നത്. ഒരു ഐ പി എൽ ടീമിന് പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ മിനിമം 16 പോയിന്റ് ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ആർ സി ബി 99% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് മുംബൈയാണ്. അവർക്ക് 12 പോയിന്റ് ഉണ്ട്. 10 മാച്ചാണ് മുംബൈ കളിച്ചിരിക്കുന്നത്. മുംബൈയും 89% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതേ സമയം ഗുജറാത്ത് ആണെങ്കിൽ വെറും 8 മാച്ചിൽ നിന്ന് 12 പോയിന്റ് ഓൾറെഡി നേടിക്കഴിഞ്ഞു. മൂന്നാം സ്ഥാനത്ത് ഗുജറാത്തുണ്ട്. ഗുജറാത്തും 99% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഡൽഹി ടീമിനും 12 പോയിന്റ് ഉണ്ട്. അതുപോലെ പഞ്ചാബിന് 11 പോയിന്റ്. ലക്നൌവിനാകട്ടെ 10 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇവരാണിപ്പോൾ പോയിന്റ് ടേബിളിൽ പ്ലേ ഓഫിന് വേണ്ടി മത്സരിക്കുന്നത്. ഇനി 7ാം സ്ഥാനത്ത് കൊൽക്കത്തയും 8ാം സ്ഥാനത്ത് SRH ഉണ്ട്. ചെന്നൈ ടീമാണെങ്കിൽ അവസാന സ്ഥാനത്താണ്. ചെന്നൈക്ക് ഇനി പ്ലേ ഓഫ് പ്രതീക്ഷ ഇല്ല. ഇനി രാജസ്ഥാൻ ടീമിനെ പരിഗണിച്ചാൽ രാജസ്ഥാൻ 9ാം സ്ഥാനത്താണ്. ഇതുവരെ 4 പോയിന്റ് മാത്രമേ രാജസ്ഥാനുള്ളൂ. CSKയുടെ അതേ അവസ്ഥ തന്നെയാണ് രാജസ്ഥാനും. ചെന്നൈക്കും രാജസ്ഥാനും ഇനി പ്ലേ ഓഫിലെത്തണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. നിലവിലെ ടേബിൾ പരിശോധിക്കുമ്പോൾ ഗുജറാത്ത്, മുംബൈ, ആർ സി ബി, ഡൽഹി ഈ ടീമുകൾ പ്ലേ ഓഫ് കളിക്കാൻ 89% ചാൻസ് ഉണ്ട്. ബാക്കി ഇനി മാറ്റങ്ങൾ വരികയാണെങ്കിൽ പഞ്ചാബ്, ലക്നൗ ഇവരാണ് ഇനി പ്ലേ ഓഫിലെത്താൻ കുറച്ചെങ്കിലും സാധ്യതയുള്ള ടീം. അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.